നിർമ്മാണ രംഗത്തേക്കുള്ള സംവിധായകൻ അമൽ നീരദിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് ബാച്ചിലർ പാർട്ടി. യുവതാരങ്ങൾ ഒന്നിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നതും അമൽ തന്നെയാണ്. ചിത്രത്തിലെ നായകവേഷം വൻ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് നടൻ ഇന്ദ്രജിത്ത് പറഞ്ഞു. ക്യാമറാമാനിൽ നിന്നും സംവിധായകനിലേക്ക്, ഇനി സംവിധായകനിൽ നിന്ന് നിർമ്മാതാവിലേക്ക്. സിനിമയിൽ പുതിയ മേഖലയിലേക്കുള്ള വിജയപ്രയാണത്തിന് അമൽ നീരദ് എന്ന ചെറുപ്പക്കാരൻ തയ്യാറെടുക്കുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് നൽകുന്ന പ്രതീക്ഷയും വലുതാണ്. ബാച്ചിലർ പാർട്ടിയാണ് അമലിനെ നിർമ്മാതാവാക്കുന്നത്. സംവിധായകനായും ക്യാമറാമാനായും അമൽ പിന്നിലുണ്ട്. ഇന്ദ്രജിത്ത്, കലാഭവൻ മണി, റഹ്മാൻ, ആസിഫ് അലി എന്നിവർ പ്രധാന വേഷങ്ങളിൽ. നിത്യമേനോനും രമ്യ നമ്പീശനും പുതിയ മുഖങ്ങളുമായി ബാച്ചിലർ പാർട്ടിയിലെത്തും. ഇവർക്കൊപ്പം പൃഥ്വിരാജും. 2012 എൻ്റെ ആദ്യത്തെ സിനിമയായ അമൽ നീരദിൻ്റെ ബാച്ചിലർ പാർട്ടിയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. വേറൊന്നുമല്ല, അമലിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു നായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, അമലിൻ്റെ ഏത് സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ബിഗ് ബി ആണെങ്കിലും സാഗർ ഇലിയാസ് ജാക്കി ആണെങ്കിലും അൻവർ ആണെങ്കിലും നായകന്മാരെ അത്ര സ്റ്റൈലിഷ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ഡയറക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കാൻ പോകുന്ന, അതുപോലെ തന്നെ പ്രേക്ഷകരും ഒരുപോലെ സന്തോഷിക്കാൻ പോകുന്നൊരു സിനിമയായിരിക്കും ബാച്ചിലർ പാർട്ടി. ആദ്യമായി അമൽ നീരദ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിന്റെ ആവേശം ഇന്ദ്രജിത്ത് പങ്കുവച്ചു. ഗീവർഗീസ് എന്ന കഥാപാത്രത്തിലൂടെ 2012 കൂടുതൽ ഉയരങ്ങൾ താണ്ടാനാകുമെന്ന് ഇന്ദ്രജിത്ത് പ്രതീക്ഷിക്കുന്നു. സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ വളരെ ഫ്രീക്കി ആയിട്ടുള്ള, വളരെ വൈൽഡ് ആയിട്ടുള്ള, ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ തക്കത്തിനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ശരിക്കും കോമഡിയുടെയും ആക്ഷൻ്റെയും ഒരു കറക്റ്റ് ചേരുവയാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഗീവർഗീസ് എന്നാണ്. ഗീവർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. സിനിമയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ഫ്രീക്കി ആൻഡ് വൈൽഡാണ് ഈ ക്യാരക്ടർ. നന്നായിട്ട് കള്ളു കുടിക്കും, എന്നാൽ ഉണ്ടാവാൻ പാടില്ലാത്ത പല വീക്ക്നെസ്സുകളും ഇയാൾക്കുണ്ട്. എന്നാൽ വളരെ ബോൾഡാണ്, വളരെ സ്റ്റൈലിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രം അമൽ നീരദിനെ പോലൊരു സംവിധായകൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ, അത് സ്ക്രീനിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ലുക്ക് റിയലി നൈസ്. ആൻഡ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കഥാകൃത്തുക്കൾ കൂടിയായ സന്തോഷ് ഏച്ചിക്കാനവും ആർ ഉണ്ണിയുമാണ് ബാച്ചിലർ പാർട്ടിയുടെ തിരക്കഥ എഴുതുന്നത്. വിനായകൻ, സമ്പത്ത്, ജിനു ജോസഫ് തുടങ്ങി അമൽ നീരദ് ചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യങ്ങളും ബാച്ചിലർ പാർട്ടിയിലുണ്ട്. സംഗീതവുമായി രാഹുൽ രാജും വരികളുമായി റഫീഖ് അഹമ്മദും ഒന്നിക്കും. വിവേക് ഹർഷൻ, ജോസഫ് നെല്ലിക്കൽ, തപസ് നായിക്, ശ്രീകുമാർ തുടങ്ങിയവർ അണിയറയിലുണ്ട്. കൊച്ചിയിൽ ഈ മാസം 14 ചിത്രീകരണം ആരംഭിക്കുന്ന ബാച്ചിലർ പാർട്ടി മൂന്നാറിലും ചിത്രീകരിക്കും. അമൽ നീരദ് പ്രൊഡക്ഷൻസിന്റെ ആദ്യ ചിത്രത്തിൽ ജയസൂര്യ വി ആണ് അമലിന്റെ നിർമ്മാണ പങ്കാളി. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.